بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط وأنزلنا الحديد فيه بأسا شديدا ومنافع للناس وليعلم الله من ينصره ورسله بالغيب إن الله قوي عزيز. നമുക്ക് ആദ്യം തഫ്സീറുൽ ജലാലൈനിൽ എന്താ പറഞ്ഞ ലഖദ് അർസൽന റുസുലന, ഇവിടെ നാം അയച്ചു നമ്മുടെ ദൂതന്മാരെ, ഇവിടെ മലായിക്കത്ത് എന്നാണ്. ഇലൽ അംബിയായി, മലക്കുകളെ അംബിയാക്കളിലേക്ക് അയച്ചു എന്ന് അവിടെ അർത്ഥം കൊടുത്തത്. എന്തുകൊണ്ട്? ബിൽ ബയ്യിനാത്തി, അതായത് ബിൽ ഹുജജി അൽ ഖവാത്തി, ആ ഉറച്ച തെളിവുകളുമായിട്ട് അയച്ചു. നബിമാരിലേക്ക് മലക്കുകളെ അയച്ചു. വാൻസൽന മഅഹുമുൽ കിതാബ, കിതാബിന് അവരോടുകൂടി നാം കിതാബും നാം ഇറക്കി. വൽ മീസാന, നീതിയും ഇറക്കി. എന്തിനു വേണ്ടിയിട്ടാ നീതിയും കിതാബ് ഇറക്കിയത്? ലിയഖുമന്നാസു ബിൽ ഖിസ്തി, അവർ നീതിപൂർവം നിലകൊള്ളാൻ വേണ്ടി, ജനങ്ങൾ എന്താണ് നിലകൊള്ളുവാൻ വേണ്ടി, നീതി അനുസരിച്ച് നിലകൊള്ളാൻ വേണ്ടിയിട്ട് നാം എന്ത് ചെയ്തു? മീസാൻ, തുലാസും അല്ലെ അതിൽ എന്ന് വെച്ചാൽ നീതിയെ ഇറക്കിയെന്നാണ്. വാൻസൽനൽ ഹദീദ, അതുപോലെ തന്നെ ഹദീദിനെ നാം ഇരുമ്പിനെ ഇറക്കി. അപ്പോൾ അവിടെ അൻസലിൻ്റെ അർത്ഥം കൊടുത്ത അഖ്റജ്നാഹു മിനൽ മആദിനിന, അതിൻ്റെ ഖനികളിൽ നിന്ന്, അതിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് അതിനെ നാം പുറപ്പെടുവിച്ചു. അപ്പോൾ അൻസലിനൊക്കെ അഖ്റജ്ന എന്നവിടെ അർത്ഥം കൊടുത്ത. ഫീഹി ബാസുൻ ഷദീദുൻ, അതിൽ ശക്തിയുണ്ട്, ഭയങ്കര. ബാസുൻ ഷദീദുണ്ട്, അത് ഇരുമ്പിലുണ്ട്. ബാസുൻ ശക്തിയുണ്ട്, ഭയങ്കര ശക്തിയുണ്ട്, കഠിനമായ ശക്തിയുള്ളതല്ലേ സാധനമല്ലേ ഇരുമ്പ്, പെട്ടെന്ന് ഒടിയൂലല്ലോ. അപ്പോൾ ഭയങ്കര ശക്തിയുണ്ട്. യുഖാത്തിലു ബിഹി, അല്ലെ യുഖാത്തലു ബിഹി, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യപ്പെടുക. അതുപോലെ തന്നെ മനാഫിഉൽ ഇന്നാസ്, ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട്, ജനങ്ങൾക്ക്, മനുഷ്യർക്ക്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് കിതാബ് ഇറക്കിയത്? അതുപോലെ തന്നെ എന്തിറക്കി? ഹദീദൊക്കെ ഇറക്കി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വലിയ അലമല്ലാഹു, അള്ളാഹ് അറിയാൻ വേണ്ടിയിട്ട്, മൈ അൻസുറു, അവനെ സഹായിക്കുന്നത് ആരാണ്? വാ റസുലഹു, അവൻ്റെ മുർസലീങ്ങളെയും. അവിടെ അള്ളാഹ് അറിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യക്ഷത്തിൽ കണ്ടറിയാൻ. അപ്പോൾ അല ലി യഖൂമന്നാസ്, അപ്പോൾ ജനങ്ങൾ നീതിപൂർവ്വം നിൽക്കാനും, അതുപോലെ തന്നെ അള്ളാഹു അറിയാൻ വേണ്ടിയിട്ടും അങ്ങോട്ടാണ് അത്ഫ് ചെയ്യപ്പെട്ടത്. ആരറിയാം? മൈ അൻസുറു, അവനെ സഹായിക്കുന്നവർ. അതായത് ബിയാൻ യൻസുറ ദീനഹു ബി ആലാത്തിൽ ഹർബി മിൻ ഹദീദി വൈരിഹി, ഇരുമ്പിൻ്റെ ആയുധങ്ങളുണ്ടല്ലോ, യുദ്ധായുധങ്ങളെ കൊണ്ട് അവൻ്റെ ദീനിനെ ആരാണെന്ന് അറിയാൻ വേണ്ടി. വറുസുൽ, അവൻ്റെ റുസുലുകളെയും മുർസലീങ്ങളെയും സഹായിക്കുന്നവർ. ബിൽ ഗൈബി, അവർ തന്നെ ഹാലാണത്, മിൻ ഹാ ഇ യൻസുറുഹു, അള്ളാഹിനെ സഹായിക്കുക. വായിബന്നഹും, അള്ളാഹു തന്നെ അവരെ തൊട്ട് അദർശനായ സ്ഥിതിയുള്ള അള്ളാഹിനെ സഹായിക്കുന്നവർ. ദുനിയാവിൽ അവരെ തൊട്ട് അള്ളാഹ് അദർശനാണ്. ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, യൻസുറൂനഹു വലാ യുബ്സിറൂനഹു, അള്ളാഹുവിനെ അവർ സഹായിക്കുന്നു, പക്ഷേ അവർ അള്ളാഹിനെ കാണുന്നില്ല എന്നാ ഉദ്ദേശം. ഇന്നല്ലാഹ കവിയ്യൻ അസീസ്, അള്ളാഹു കവിയാണ്, അള്ളാഹു ശക്തനാണ്, അസീസൻ പ്രതാപശാലിയുമാണ്. അള്ളാഹ് പറയില്ല ആ ഹാജത്തലഹു ഇല നുസ്രത്തി, സഹായിക്കാൻ അവനിലേക്ക് ആവശ്യമൊന്നുമില്ല, ജനങ്ങൾ അള്ളാഹിനെ സഹായിക്കണമെന്ന് അവനക്ക് ആവശ്യമുണ്ടോ? ഇല്ല. ലാക്കിന തംഫഉ മൻ യഅതി ബിഹ, ആ സഹായിക്കുന്നവനക്ക് അള്ളാഹ് ഉപകാരം ചെയ്യും, അത്രയുള്ള ഉദ്ദേശം. അവനിക്കതുകൊണ്ട് ഉപകാരം കിട്ടാനാണ്. അള്ളാഹ്ക്ക് സഹായിച്ചിട്ടുകൊണ്ട് അള്ളാഹ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഏകദേശ അർത്ഥം തഫ്സീർ ജലാലൈനിയാണ്. അപ്പോൾ ഇനി പറയുന്നത് നമുക്ക് റാസി നോക്കുമ്പോൾ, റാസിയിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങൾ വരാം, അത് നമുക്ക് നോക്കാം. സുമ്മ കാലത്താല, പിന്നെ അള്ളാഹ് പറഞ്ഞു, ലഖദ് അർസൽനാ റുസലനാ ബിൽ ബയ്യിനാത്തി, ഇവിടെ ബയ്യിനാത്ത് എന്ന് വഫീ തഫ്സീരിൽ ബയ്യിനാത്തി, ബയ്യിനാത്ത് എന്ന തഫ്സീറിലുണ്ട് കൗലാനി, രണ്ട് കൗല്. അല്ലവ്വല് ബയ്യിനാത്തോട് ഉദ്ദേശം വഹുവ കൗല് മുഖാത്തിലുൻ സുലൈമാൻ, മുഖാത്തിലുൻ സുലൈമാൻ്റെ കൗല്. ഇന്നഹാ ഹിയൽ മൂജിദത്തുൽ ലാഹിറത്തൂന, പ്രത്യക്ഷമായ മൂജിദത്തുകളാണ്. വൽ ദലായിലുൽ ഖാഹിറ,
പ്രത്യക്ഷമായ തെളിവുകളുമാണ്. ഉറച്ച തെളിവുകളും വെളിവായ മുഅ്ജിസത്തുകളെയും കൊണ്ട് നാം മുർസലീങ്ങളെ അയച്ചു എന്ന്. ഇനി ബയ്യിനാത്തിന് വസാനി രണ്ടാമത്തെ അഭിപ്രായം വഹുവ കൗല് മുഖാത്തിലിൻ്റെ കൗലാണ് ഇബ്നു ഹയ്യാനാണ്. നേരത്തെ പറഞ്ഞ മുഖാത്തിൽ ബിൻ സുലൈമാൻ അല്ലേ. ഇത് അർസൽനാഹും ബിൽ അമാലി, അവരെ നാം അയച്ചു ബിൽ അമാലി ചില ജോലികളെ കൊണ്ട്. അല്ലത്തി, എങ്ങനത്തെ ജോലികളാണ്? തദ്ഉഹും, അങ്ങ് അവരെ ക്ഷണിക്കുമില്ല, ത്വാഅത്തില്ലാഹി, അള്ളാഹുവിന് വഴിപ്പെടുന്നതിലേക്കും, വയൽ ഇറാദൻ വൈരില്ല, അള്ളാഹ് അല്ലാത്തവരത്തോട് തിരിഞ്ഞു കളയുക എന്നതിലേക്കും നിങ്ങളെ ക്ഷണിക്കും. അങ്ങനത്തെ ജോലികളായിട്ടാണ് നാം മുർസലീങ്ങളെ അയച്ച്. തദ്ഉഹും ചെന്നി അല്ലേ, അവർ നിങ്ങളെ ക്ഷണിക്കും അള്ളാഹുവിന് വഴിപ്പെടുന്നതിലേക്കും അള്ളാഹ് അല്ലാത്തവരെ തൊട്ട് തിരിഞ്ഞു കളയുന്നതിലേക്കും എന്ന ജോലി കൊണ്ടിട്ട് ആണ് അവരെ അയച്ചതെന്ന്. അപ്പോൾ ഇവിടെ നബിമാർ, ഇവിടെ അർസൽന റുസലന എന്ന് പറഞ്ഞിടത്ത് നബിമാർ തന്നെ ഉദ്ദേശം. നേരത്തെ പറഞ്ഞ അവിടെ മലക്കൾ എന്നല്ലേ ജലാലൈനി പറഞ്ഞത്, വ്യത്യാസമുണ്ട്. വജുഹു സഹീഹുട്ടാ, ഒന്നാമത് പറഞ്ഞതുണ്ടല്ലോ പ്രത്യക്ഷ തെളിവുകളെ കൊണ്ടെന്ന് പറഞ്ഞു, അത് സഹിയായ അതാണ്. കാരണം അന്ന നുബുവത്തുഹും ഇന്നമാ സബത്തത്ത് ബിത്തിൽക്കൽ മൂജിദാത്തി, കാരണം അവരുടെ നുബുവത്ത് എന്നുള്ളത്, അവർ നബിയാണെന്നുള്ളത് സ്ഥിരപ്പെടുന്നത് ഈ തെളിവുകൾ മൂജിദത്തുകളെ കൊണ്ടാണല്ലോ, അമാനുഷിക കാര്യങ്ങളെ കൊണ്ടാണ് സ്ഥിരപ്പെടുള്ളൂ. അപ്പോൾ അതാണ് ഉദ്ദേശം. ഇനി സുമ്മക്കാലത്തായ പിന്നെ അള്ളാഹ് പറഞ്ഞു അൻസൽന മഅഹും, അവരോടുകൂടെ നാം ഇറക്കി, കിതാബ് ഇറക്കി, വൽ മീസാന, മീസാനും ഇറക്കി അല്ലേ. അവരോടൊപ്പം നാം എന്ത് ചെയ്തു? വേദഗ്രന്ഥവും നീതിയാകുന്ന തുലാസും ഇറക്കി എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? യഖൂമന്നാസു ബിൽ ഖിസ്തി എന്ന് പറഞ്ഞല്ലോ, ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളാൻ വേണ്ടി. വാൻസൽ ഹദീദ എന്ന് പറഞ്ഞു, ഹദീദ് ഇറക്കി. ഈ ബാസുൻ ഷദീദിന് മനാഫിഉൽ ഇന്നാസ് ഉണ്ട്, ഇരുമ്പിനെയും ഇറക്കി. അതിൽ ശക്തിയായ, അതിന് ശക്തിയുണ്ട്. ബാസുൻ അല്ലേ, ബാസുൻ എന്ന് വെച്ചാൽ എന്താ? ബാസുൻ ഷദീദ് എന്ന് പറഞ്ഞല്ലോ, ശക്തിയുണ്ടെന്നതിന്, കഠിനമായ യുദ്ധശക്തി. ബാസുൻ ശക്തിയുണ്ട്, അത് തന്നെ. മനാഫിഉൽ ഇന്നാസ്, ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്, ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. വാലം എന്ന് പറയണം അന്ന നദീറ ഹാദിൽ ആയത്ത്, ഈ ആയത്തിൻ്റെ തുല്യമായതാണ് കൗലു, അള്ളാഹിൻ്റെ കൗൽ. എന്താ? അള്ളാഹുല്ലദി അൻസല കിതാബിൽ ഹഖ് വൽ മീസാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹ് കിതാബ് ഇറക്കി, ഹക്കുമായി സത്യവുമായിട്ട് കിതാബ് ഇറക്കി. വൽ മീസാന, മീസാനെയും ഇറക്കി, തുലാസും ഇറക്കി. ഷൂറയിൽ പറഞ്ഞു. വഖാല അല്ലാഹു വസ്സമാ റഫഅഹ വളൽ മീസാൻ എന്നുണ്ട്. മീസാൻ എന്ന് വീണ്ടും പറഞ്ഞല്ലോ, ആകാശത്തെ അവൻ ഉയർത്തി. വളൽ മീസാന, അവൻ മീസാനെ വെക്കുകയും ചെയ്തു, തുലാസിനെ വെക്കുകയും ചെയ്തു. വഹാഉന മസായിലു, ഇവിടെ പല മസലകളുണ്ട്. അൽ മസ്അലത്തുൽ ഉല, ഒന്നാമത്തെ മസല എന്താ? ഫി വജീൽ മുനാസബത്തി ബനിൽ കിതാബിൽ മീസാനി വൽ ഹദീദി വുജൂഹൻ, കിതാബിൻ്റെയും മീസാനിൻ്റെയും, അതായത് കിതാബും പറഞ്ഞ്, അതുപോലെ തന്നെ മീസാൻ പറഞ്ഞു, തുലാസ് പറഞ്ഞു, പിന്നെ ഇരുമ്പ് പറഞ്ഞു. ഇവകളുടെ ഇടയിലുള്ള യോജിപ്പിന് പല ന്യായങ്ങളുണ്ട്. ഇവിടെ യോജിപ്പിച്ച് പറഞ്ഞല്ലോ. അഹദ്, ഒന്നാമത്തേത് വഹുവല്ലദി അഖൂലു, ഞാൻ പറയുന്നത് എന്താ? അന്ന മദാറ തക്ലീഫ് അല അംറൈനി, തക്ലീഫ് എന്നുള്ളത് കീർത്തനം രണ്ട് കാര്യത്തിൻ്റെ മേലാണ്. അഹദുഹുമ, രണ്ടിലൊന്ന് ഫെയിലുമായ എംബഗി ഫെയിലുഹു, അവന് പ്രവർത്തിക്കൽ അത്യാവശ്യമായത് പ്രവർത്തിക്കുക എന്നതും. വസാനി, രണ്ടാമത് തർക്കുമായ എംബഗി തർക്കു, ഒഴിവാക്കൽ അത്യാവശ്യമായത് ഒഴിവാക്കുക എന്നതുമാണ്. ഇപ്പോൾ രണ്ടാണ് കൽപ്പന. പ്രവർത്തിക്കൽ നിർബന്ധമായത് പ്രവർത്തിക്കണം, ഒഴിവാക്കൽ നിർബന്ധമായത് ഒഴിവാക്കണം എന്നാണ്. വല്ലവ്വൽ, ഒന്നാമത്തേത് ഹുവൽ മഖ്സൂദ് ബിദാത്ത്, അതാണ് ബിദാത്ത് മഖ്സൂദ്, അതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. പ്രധാനമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്ത് ചെയ്യുക? ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം അന്നൽ മഖ്സൂദ് ബിദാത്ത് മഖ്സൂദാകുന്നത് ലൗകാന ഹുവ തർക്കുവാണെങ്കിലോ, അത് ഒഴിവാക്കലായിരുന്നെങ്കിൽ ലവജബ അൻ ലാ യുഖ്ലഖ അഹദൻ, ഒരാളെയും സൃഷ്ടിക്കാതിരിക്കൽ നിർബന്ധമായി വരുമല്ലോ. ഒഴിവാക്കുക എന്നല്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം അന്ന തർക്ക കാന ആസന ഫിൽ അസലി, അതുപോലെ തന്നെ തർക്കം എന്നുള്ളത് തർക്കമാകാൻ വേണ്ടി, അസലിൽ ഹാസിലാകാൻ വേണ്ടി, അത് പണ്ടേ തന്നെ കരസ്ഥമായതാകാൻ വേണ്ടി തർക്കമായിരിക്കും, ഒന്നും സൃഷ്ടിക്കാതിരിക്കൽ. അമ്മ ഫെയിലു മാ എംബഗി ഫെയിലു, അപ്പോൾ എന്ത് കിട്ടി? ഫമ്മ ഫെയിലു മാ എംബഗി ഫെയിലു, പ്രവർത്തിക്കൽ നിർബന്ധമായതിനെ പ്രവർത്തിക്കൽ, അത് ഫൈമാ യക്കൂന മുതാല്ലിഖൻ ബിൻ നഫി, അത് നഫീനോട് ബന്ധിച്ചതാകും.
വഹുൽ മആരിഫു, അതാണ് മാരിഫത്തുകൾ. ഔ ബിൽ ബദനി, മുത്താലിക്കം ബിൻ നഫി എന്ന് പറഞ്ഞാൽ നഫി എന്ന് ചെന്ത ഉദ്ദേശം? നഫി എന്നല്ലായിരിക്കും, ചിലപ്പോൾ ഇബാറത്ത് വ്യത്യാസം വരാം. ഔ ബിൽ ബദനി, നഫി എന്ന് വെച്ചാൽ നഫ്സ് എന്നാണ്. വഹുവൽ മആരിഫ്, അവ ഹൃദയത്തോടെ, ബിൽ ഖൽബി എന്നായിരിക്കും ചിലപ്പോൾ കേട്ടോ. പ്രവർത്തിക്കൽ അത്യാവശ്യമായ കാര്യം ഒന്നിന് കൽബിനോട് ബന്ധിച്ചത്, അത് മാരിഫത്തുകളാണ്. ഔ ബിൽ ബദനി, അല്ലെങ്കിൽ ശരീരത്തിനോട് ബന്ധിച്ചത്. വഹു അഅ്മാലു ജവാരിഹി, അത് അവയവങ്ങളുടെ പ്രവർത്തനമാണ്, മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ ശരീരത്തോട് ബന്ധിച്ചതുണ്ട്, ഹൃദയത്തോട് ബന്ധിച്ചുണ്ട്. ഫൽ കിതാബു ഹുവല്ലദീ യുതവസ്സലു ബിഹി ഇലാ ഫീലി മാ യൻബഗി മിനൽ അഫ്ആലി നഫ്സാനിയ, നഫ്സ് എന്ന് തന്നെയാണ് കേട്ടോ, അവിടെ സാ വിട്ടുപോയതായിരിക്കും. ഫൽ കിതാബ്, കിതാബ് ഹുവല്ലദീ, അതാണൊന്ന്, യുതവസ്സലു ബിഹി, അതുകൊണ്ടാണ് മാധ്യമമാക്കപ്പെടുക, ഇലാ ഫീലി മാ യൻബഗി മിനൽ അഫ്ആലി അൻ നഫ്സാനിയ, നഫ്സാനിയായ പ്രവർത്തനങ്ങളിൽ അത്യാവശ്യമായതിനെ പ്രവർത്തിക്കുന്നതിലേക്ക് അതുകൊണ്ടാണ് വസീല മാധ്യമമാക്കപ്പെടുക. കാലിയ യതമയസൽ ഹഖു മിനൽ ബാത്തിലി, കിതാബ് കൊണ്ടാണല്ലോ ഹക്കും ബാത്തിലും വേർതിരിയുക. വൽ ഹുജ്ജത്തു മിന ശുബ്ഹത്തി, തിരിച്ചറിയാത്ത എന്നുള്ള തെളിവുക്ക് എന്തുകൊണ്ടാണ് വേർതിരിയുക? കിതാബ് കൊണ്ടാണ്. അപ്പോൾ കിതാബ് എന്നുള്ളത് നഫ്സാനിയ പ്രവർത്തനങ്ങളിലേക്ക് അത്യാവശ്യമായതിനെ പ്രവർത്തിക്കുന്നതിലേക്കുള്ള മാധ്യമമാണ്. വൽ മീസാൻ, അപ്പം മീസാനാകുന്നത് ഹുവല്ലദീ യുതവസ്സലു ബിഹി ഇലാ ഫീലി മാ യൻബഗി മിനൽ അഫ്ആൽ ബദനിയ, മീസാൻ ഇറക്കി തുലാസ്, അത് ഹുവല്ലദീ, അതൊന്നാണ്, യുതവസ്സലു ബിഹി, അതുകൊണ്ട് മാധ്യമമാക്കപ്പെടും, ഇലാ ഫീലി മാ, ഒന്നിനെ പ്രവർത്തിക്കുന്നതിലേക്ക്, യൻബഗി, അത്യാവശ്യമായ ഒന്ന്, മിനൽ അഫ്ആലിൽ ബദനിയ, ശരീരത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അത്യാവശ്യമായതിനെ പ്രവർത്തിക്കുന്നതിലേക്കുള്ള മാധ്യമമാണ് മീസാൻ. കാരണം ഫൈന മൂലമ തക്കാലീഫി ഷാക്ക, പ്രയാസമുള്ള മുഖ്യ കാര്യങ്ങളും, ഫിൽ അമാലുകളിൽ, പ്രവൃത്തികളിൽ പ്രയാസമുള്ള കീർത്തിക്കപ്പെട്ട മുഖ്യവും, ഹുവമായർജില മുആമലത്തിൽ ഖൽക്കി, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതിലേക്ക് മടങ്ങുമല്ലോ. വൽ മീസാൻ ഹുവല്ലദീ യതമയ്യസു ബിഹിൽ അദ്ലു അനിൽ ദുൽമി, അപ്പോൾ മീസാനോ ഹുവല്ലദീ, അതാണ് ഒന്ന്, യതമയ്യസു ബിഹിൽ അദ്ലു, അതുകൊണ്ട് എന്താകും? നീതി വേർതിരിയും, അനിൽ ദുൽമി, അക്രമത്തെ തൊട്ട്, വസ്സായിദു അനിൽ നാഖിസി, ചുരുങ്ങിയതിനെ തൊട്ട് അധികരിച്ചത് വേർതിരിയും. അപ്പോൾ അവിടെ മീസാൻ വേണം, നീതി അല്ലെങ്കിൽ തുലാസ് വേണം. വാമൽ ഹദീദു, അപ്പോൾ ഹദീദോ, ഇരുമ്പെന്തിനാ? ഫഫീ ബാസുൻ ഷദീദൻ, അതിന് ശക്തിയുണ്ട്, ശക്തിയായ എന്തുണ്ട്? ബാസ് ഉണ്ട്, ശക്തിയുണ്ട് അല്ലേ, കഠിനമായ ശക്തിയുണ്ടെന്ന്. വഹുവ സാജിറുൻ ലിൽ ഖൽഖി അമ്മാ ലാ യൻബഗി, അപ്പം നിർബന്ധമില്ലാത്തതിനെ തൊട്ട് സൃഷ്ടികളെ അത് തടയും, ഇരുമ്പ് കൊണ്ട് തടയുക. അവനോട് യോജിക്കാത്ത ഒന്നിനെ തൊട്ട് ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ഇരുമ്പ് വെച്ചത്. വൽ ഹാസിലു, അപ്പോൾ ഹാസിൽ എന്തായി? വൽ ഹാസിൽ, അപ്പോൾ മൊത്തം രത്ന ചുരുക്കം എന്താ? അന്നൽ കിതാബ്, കിതാബ് എന്നുള്ള ഇഷാറത്താണ് ഇലൽ ഖുവ്വത്തി നളരിയ, നളരിയ ശക്തിയിലേക്ക് സൂചനയാണ്. നളരിയായിട്ട് എന്താ? വൽ മീസാന ഇലാ ഖുവ്വത്തിൽ അമലിയ, അത് അമലിയായ പ്രവർത്തനപരമായ ചിന്താപരമായ ഖുവ്വത്തിലേക്കാണ് കിതാബും. മീസാനിൽ ഖുവ്വത്തിൽ അമലിയ, പ്രവർത്തനപരമായ ശക്തിയിലേക്കാണ് മീസാന്. വൽ ഹദീദോ, ഇരുമ്പെന്തിന ഇലാ ദഫഇ മാ ലാ യൻബഗി, യോജിക്കാത്തത് തടയാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പും കൊടുത്തേക്കുന്നത്. അപ്പോൾ മൂന്ന് തമ്മിലുള്ള ബന്ധം വന്നു. വലമാക്കാൻ അഷ്റഫുൽ അഖ്സാമി, അപ്പോൾ ഈ കിസ്മുകളിൽ ഏറ്റവും സ്ഥാനമുള്ളത് റിആയത്തുൽ മസാലിഹ് റൂഹാനിയ, റൂഹിൻ്റെ മസ്ലഹത്തിനെ പരിഗണിക്കലാണല്ലോ, ആത്മാവിൻ്റെ നന്മ പരിഗണിക്കലാണ്. സുമ്മ റിആയത്ത മസാലി ജുസ്മാനി, പിന്നെ ശരീരത്തിൻ്റെ നന്മ പരിഗണിക്കലാണ്. സുമ്മ സജ്റ അമ്മാ ലാ യൻബഗി, പിന്നെ യോജിക്കാത്തതിനെ തൊട്ട് തടയലാണ്. അപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ ആയപ്പോൾ റൂഇയ ഹാദ തർത്തീബ് ഫി ഹാദിലായ, അപ്പോൾ ഈ ആയത്തിൽ ഈ തർത്തീബ് പരിഗണിച്ചതാണ്. അതായത് ആദ്യം പറഞ്ഞത് അർസൽനാ ബിൽ ബയ്യിനാത്തി, കിതാബ് അയച്ചു, പിന്നെ മീസാൻ അയച്ചു, പിന്നെ പറഞ്ഞു എന്തും ഇറക്കി, നാം ഇരുമ്പ് ഇറക്കി. അപ്പോൾ ഇത് മൂന്ന് തമ്മിലുള്ള ബന്ധമാണ് ഈ പറഞ്ഞതെന്ന്. സാനിഹ, രണ്ടാമത്തേത്, അതിന് രണ്ടാമത്തെ അല്ലേ. ഇനി രണ്ടാമത്തെ കാര്യം അൽ മുആമലത്ത് ഇമ്മാ മാൽ, ഒന്ന് മുആമലത്ത് ഒന്നുകിൽ എന്തായിരിക്കും?
മൽ ഖാലിഖി സൃഷ്ടികളോട് കൂടിയായിരിക്കും. മുആമലത്ത് ഉണ്ടാവുമല്ലോ. കിതാബ് ഇഷാറില ഖുവത്തിൽ നദറിയ, മീസാനില ഖുവത്തിൽ അമലിയ. വസാനിഹ അതിൽ രണ്ടാമത്തേത് അൽ മുആമലത്ത് ഇമാം അൽ ഖാലിഖി ഇടപെടൽ. അത് ഒന്നുകിൽ ഖാലിക്കിനോടൊപ്പാകും, അള്ളാഹുമായിട്ടാണ് ഇടപാട്. അപ്പോൾ വാ ത്വരീഖുൽ കിതാബ് അതിൻ്റെ മാർഗം, അതിനുള്ള വഴി കിതാബാണ്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടാവും. ഔ മാൽ ഖൽക്കി അല്ലെങ്കിൽ സൃഷ്ടികളോടെ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇടപാടുണ്ടാകുക. വഹും ഇമ്മൽ അഹബാബ് ആ സൃഷ്ടികൾ ഒന്നുകിൽ ഇഷ്ടക്കാരായിരിക്കും. വൽ മുആമലത്ത് മാഹും അവരോടുള്ള നമ്മുടെ ഇടപാട് അത് ബിസവിയത്തി സമമായിട്ടായിരിക്കുമല്ലോ. വഹിയൽ ബിൽ മീസാൻ അത് മീസാൻ കൊണ്ടാണ്. അപ്പോൾ അത് വഹിയൽ ബിൽ മീസാൻ അത് മീസാൻ കൊണ്ടിട്ടാണ്, അതായത് നീതി കൊണ്ടിട്ടാണ്. ഔ മാൽ അഅദാഇ വൽ മുആമലത്തു മാഹും ബി സൈഫി വൽ ഹദീദി അല്ലെങ്കിൽ ശത്രുക്കളുടെ കൂടെ ആയിരിക്കും നമുക്ക് ഇടപെടേണ്ടി വരിക. വൽ മുആമലത്തു മാഹും ബി സൈഫി അവരോട് ഇടപെടേണ്ടത് എങ്ങനെ, വാളുകൊണ്ടും വൽ ഹദീദി ഇരുമ്പും കൊണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെയും പറയാം. വസാലിദ മൂന്നാമത്തേത് അൽ അഖ്വാമു സലാസത്തുൻ ജനങ്ങൾ 3 വിധമാണ്. ഇമ്മ സാബിഖൂന ഒന്നുകിൽ അവർ മുൻകടന്ന ആളുകളാണ്. അസാബിഖൂനൽ അവ്വലു എന്ന് പറഞ്ഞില്ലേ. വഹും യുആമിലൂനൽ ഖൽഖാബി മുഖ്തദൽ കിതാബി അവരാരാണ്, സൃഷ്ടികളോട് ഇടപെടും കിതാബിൻ്റെ നേട്ടം കൊണ്ട്. കിതാബ് ഖുർആൻ എന്ത് പറഞ്ഞു അതനുസരിച്ചാണ് സൃഷ്ടികളോട് ഇടപെടുന്നത്. അവരാണ് മുൻകടന്ന ആളുകൾ, മുൻപേ പോയ ആളുകൾ. ഫയുൻസിഫൂന വലാ യന്തസിഫൂൻ അവരെന്ത് ചെയ്യും, നിഷ്പക്ഷം പ്രവർത്തിക്കും. വയഹ്തരിസൂന അൻ മവാഖി ശുബ്ഹാത്ത് അവർ ശുബ്ഹത്തിൻ്റെ തിരിച്ചറിയാത്ത അപകടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തൊട്ട് എന്ത് ചെയ്യും, അവർ സൂക്ഷിക്കും. അല്ലെങ്കിൽ വൈമ്മ മുഖ്തസിദൂന അല്ലെങ്കിൽ മുഖ്തസിദീങ്ങളായിരിക്കും. വഹുമുല്ലദിനെ യുൻസിഫൂന വലാ എന്തസിഫൂൻ അല്ലേ, അവരും ഒരുത്തരാണ്, യുൻസിഫീങ്ങളാണ്. വലാ എന്തസിഫൂനാണ് അവർ നിഷ്പക്ഷരാണ്. പക്ഷേ ഫലാ ബുദ്ദലഹുമിനൽ മീസാൻ അപ്പോൾ അവർക്ക് മീസാൻ വേണം. മീസാൻ അവർക്ക് കൂടാതെ കഴിയില്ല. വൈമ ലാലിമൂൻ അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ്, ഒന്നുകിൽ അക്രമികളായിരിക്കും. വഹുമുല്ലദീന യന്തസിഫൂന വലാ യുൻസിഫൂന അവർ എന്ത് ചെയ്യും, അവർ നിഷ്പക്ഷത കാണിക്കൂല, പക്ഷപാതിത്വം കാണിക്കും. അപ്പോൾ വലാ ബുദ്ദലഹുമിനൽ ഹദീദി വ സജിരി അവർക്ക് ഇരുമ്പും വേണം, അവരെ തടയലും വേണം. ജനങ്ങൾ 3 വിധമാണ്. അപ്പോൾ കിതാബ് വേണ്ട ആളുകളുണ്ട്, മീസാൻ വേണ്ട ആളുകളുണ്ട്. അക്രമികൾക്കാണെങ്കിൽ ഇരുമ്പും അതുപോലെ തന്നെ വിലങ്ങലും വേണം. വറാബിഹ നാലാമത് അൽ ഇൻസാൻ മനുഷ്യൻ ഇമായക്കുന ഫി മക്കാമിൽ ഹഖീഖ ഒന്നുകിൽ അവൻ ഹഖീഖത്തിൻ്റെ മക്കാം യഥാർത്ഥത്തിൻ്റെ മക്കാമിലാകും. വഹു മക്കാമു നഫ്സിൽ മുത്മഇന്ന അത് മുത്മഇന്നായ നഫ്സിൻ്റെ സ്ഥാനത്താണ്. വ മക്കാമുൽ മുഖറബീൻ അത് മുഖറബീങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ മുഖറബീങ്ങൾ എന്നൊക്കെ പറഞ്ഞു, സൂറത്തുൽ വാഖിയ പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹിനോട് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവർ. ഫഹാഉന ഇവിടെ ലാ യസ്കുനു ഇല്ലാ ഇലല്ലാഹി അള്ളാഹിലേക്കല്ലാതെ അവരെന്ത് ചെയ്യില്ല, അടങ്ങൂല. വലാ യഅമലു ഇല്ലാ ബി കിതാബില്ല കിതാബ് കൊണ്ടിട്ടല്ലാതെ അവർ ഒന്നും ചെയ്യൂല. കമാ ഖാല അല്ലാഹു അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ അടങ്ങുക. സൂറത്തുൽ റാദി പറഞ്ഞു. വൈമാ യകുന ഫി മഖാമി ത്വരീഖത്തിൻ്റെ മക്കാമിലാകും. ജനങ്ങൾ ഒന്നുകിൽ ഹഖീഖത്തിൻ്റെ മക്കാമിന് അല്ലെങ്കിൽ ത്വരീഖത്തിൻ്റെ മക്കാമിലാകും. വഹും മക്കാമു നഫ്സിൽ ലവ്വാമ അത് ലവ്വാമ നഫ്സിൻ്റെ മക്കാമാണ്. അപ്പോൾ നഫ്സുൽ ലവ്വാമ നഫ്സുൽ മുത്മഇന്ന നഫ്സുൽ ലവ്വാമ. വ മക്കാമു അസ്സാബുൽ യമീന അസ്സാബുൽ വലതുപക്ഷക്കാരെന്ന് പറഞ്ഞല്ലോ, രണ്ടാം ഭാഗം വലതുപക്ഷക്കാരാണ്. ഫലാ ബുദ്ദലഹു മിനൽ മീസാനി അവർക്കപ്പോൾ മീസാൻ വേണം. ഫി മാരിഫത്തിൽ അഖ്ലാഖി അവർക്ക് സ്വഭാവങ്ങൾ അറിയുന്നതിൽ മീസാൻ വേണം. ഹത്താ യഹ്തരിസാൻ തൊറഫയിൽ ഇഫ്രാത്തി വ തഫ്രീത്തി അവർക്ക് കൂടുതൽ ചെയ്യുക എന്നതിൻ്റെയും ഒന്നും ചെയ്യാതിരിക്കുക. ഇഫ്രാത്ത് തഫ്രീത്തിൻ്റെ 2 തുറഫിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടി അമിതം കാണിക്കരുത്, അതുപോലെ തന്നെ പിശുക്കും കാണിക്കരുത്, രണ്ടിൻ്റെ ഇടയിൽ മധ്യമായിരിക്കണമല്ലോ. അപ്പോൾ ഇഫ്രാത്തും തഫ്രീത്ത് എന്ന 2 തുറഫിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്വഭാവങ്ങൾ അറിയൽ അത്യാവശ്യമാണ്. അതിനുവേണ്ടി മീസാൻ വേണം. വൈബക്കാല സുറാത്തുൽ മുസ്തഖീം അവർക്ക് ചൊവ്വായ മാർഗത്തിൽ ശേഷിക്കാനും ബാക്കിയാകാനും അവർക്ക് സ്വഭാവങ്ങൾ അറിയണം.
ഇനി വൈമായക്കു നബി മക്കാമി ശരിയ, ഇനി ശരീഅത്തിൻ്റെ ആൾക്കാർ. അപ്പോൾ ഹക്കീക്കത്തിൻ്റെ ആൾക്കാരുണ്ട്, ത്വരീക്കത്തിൻ്റെ ആൾക്കാരുണ്ട്, ശരീഅത്തിൻ്റെ ആൾക്കാരുണ്ട്. വഹു മക്കാമുൽ നഫ്സിൽ അമ്മാറ, അത് നഫ്സുൽ അമ്മാറേൻ്റെ സ്ഥാനമാണത്. വഹാവുന ലാബുദലഹു മിനൽ ഹദീദിൽ മുജാഹദ, അപ്പോൾ അവർക്ക് എന്ത് വേണം? കൂടാതെ കഴിയില്ല, ഹദീദ് വേണം. മിൻ ഹദീദിൽ മുജാഹദ, അത് വേറെ രീതിയിലേക്ക് അർത്ഥം അല്ലേ. മുജാഹദ എന്ന ഇരുമ്പ് വേണം. റിയാദാത്ത് ഷാക്ക, പ്രയാസകരമായ റിയാദകൾ വേണം, പരിശീലനങ്ങളൊക്കെ അവർക്ക് കൂടാതെ കഴിയുകയില്ല. അപ്പോൾ ആ നിലക്കൂടെ പറഞ്ഞത് വേറെ രൂപത്തിൽ അർത്ഥം വ്യാഖ്യാനിച്ചല്ലേ. ഇനി വഹാമിസു അഞ്ചാമത്തേതോ അൽ ഇൻസാൻ മനുഷ്യനിമ്മൂന സാഹിബൽ മുക്കാശഫത്തി വൽ വുസൂലി, ആ വുസൂലിൻ്റെ മുക്കാശഫൻ്റെ സാഹിബാകും. പല ഉൻസലഹു ഇല്ലാബിൽ കിതാബ്, അപ്പോൾ അവനക്ക് എന്തുണ്ടാകൂല? ഈനാസ്, അവന് അടക്കം ഉണ്ടാകൂല കിതാബ് കൊണ്ടിട്ടല്ലാതെ. മുക്കാശഫയുടെയും വുസൂലിൻ്റെയും ആളുകളുണ്ടാവും. അത് സാഹിബ ത്വലബി വൽ ഇസ്തിദ്ലാൽ, അല്ലെങ്കിൽ ചില ആളുകൾ ജനങ്ങളെന്താകും? ഒന്നെങ്കിൽ തെളിവിൻ്റെയും ചോദിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ആളുകളാകും. അപ്പോൾ ഫലാബുദ്ലഹു മിനൽ മീസാനി, അപ്പോൾ അവനിക്ക് മീസാൻ വേണം. അദ്ദലീലായ വൽ ഹുജ്ജത്ത്, മിനൽ മീസാനി ദലീലി വൽ ഹുജ്ജത്തിൻ്റെയും തെളിവിൻ്റെയും മീസാൻ അവന് കൂടാതെ കഴിയുകയില്ല. ഔ സാഹിബൽ ഇനാദി വൽ ലജ്ജാൽ, അല്ലെങ്കിൽ മത്സര എതിര് കാണിക്കുന്ന ആളുകളാകാം, മോട്ട് കാണിക്കുന്ന ആളാകാം ഒരു മനുഷ്യനൊന്നുമില്ല, അങ്ങനെയാകാം. അപ്പോൾ മൂന്നാമത്തെ വിഭാഗമായി. ഫലാബുദ്ധ, അപ്പോൾ കൂടാതെ കഴിയില്ല. അയ്യുംഫ മിനൽ അർളി ബിൽ ഹദീദി, അവനെ ഭൂമിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? ഓടിച്ചു കളയുക, നാട് കടത്തുക. ബിൽ ഹദീദ്, ഇരുമ്പ് കൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം പറഞ്ഞത്. ആ ബന്ധങ്ങൾ പറയുകയാണ് പരസ്പരം ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ സാദിസ് കഴിഞ്ഞ് ആറാമത്തത് അന്നദ്ദീന വൈമൽ ഉസൂൽ വൈമൽ ഫുറു. ദീൻ എന്നുള്ളത് ഒന്നുകിൽ അത് ഉസൂലായിരിക്കും, വൈമൽ ഫുറു ഒന്നുകിൽ ഫറ ആയിരിക്കും. ഒന്നുകിൽ അടിസ്ഥാന കാര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ, രണ്ട് ഇതായിട്ട് ദീനുണ്ട്. വിഭാഗത്തിന് ഉഹ്റ, മറ്റൊരു വിഭാഗത്തിൽ പറയാം. മറ്റൊരു വിഭാഗത്ത് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ പറയാം? മറ്റൊരു രൂപത്തിലൂടെ പറയാം. ഇമ്മൽ മാരിഫ്, ഒന്നുകിൽ മാരിഫത്തുകളാണ്. വൈമൽ അമാൽ, ഒന്നുകിൽ ദീൻ എന്നുള്ളത് അറിവുകളാണ്. വൈമൽ അമാൽ, ഒന്നുകിൽ അത് പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ രണ്ടിതായിട്ട് തിരിച്ച്. ഫൽ ഉസൂല് മിനൽ കിതാബ്, അപ്പോൾ ഉസൂല് അടിസ്ഥാനങ്ങൾ കിതാബിൽ നിന്ന് കിട്ടും. വമൽ ഫുറു, അപ്പോൾ ഫറുകളോ ഘടകങ്ങളോ. ഫൽ മക്സൂദു, ഉദ്ദേശമല്ല അഫാലു, പ്രവർത്തികളാണ്. ആ ഫുറൂവിനുള്ള ഉദ്ദേശം എന്താണ്? പ്രവർത്തികൾ. അല്ലത്തി എങ്ങനത്തെ പ്രവർത്തികൾ? ഫിഹ അതിലുഹും, അതിലാണ് അവരുടെ നീതിയും അവരുടെ മസ്ലഹത്തുള്ളത്. അങ്ങനത്തെ ഫറകൾ. വദാലിക ബിൽ മീസാനി, അത് മീസാൻ കൊണ്ട് കിട്ടുക, തുലാസ് കൊണ്ട് കിട്ടുക, നീതി എന്ന തുലാസ് കൊണ്ട്. അപ്പോൾ ഫൈന വിശാർന്നില്ലാരി ആത്തില്ലാത്തിരി, അപ്പോൾ അത് സൂചനയാണ് നീതിയെ പരിഗണിക്കുന്നതിലേക്ക്. വൽ ഹദീദ്, അപ്പോൾ ഹദീദിനെ കൊണ്ടുവന്ന എന്തിനാ? ലിതഅദീബി മൻ തറക ദൈനിക ത്വരീഖൈനി, ഈ രണ്ട് മാർഗത്തെ ഒഴിവാക്കിയവരെ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹദീദ് കൊണ്ടുവന്നത്. ഓക്കെ. ഇനി വസാബിയോ, ഇനി ഏഴാമത്തെ കാര്യം അൽ കിതാബ്. ഇവിടെ കിതാബ് എന്ന് പറഞ്ഞാൽ അത് ഇഷാർത്തില മദക്കർ അല്ലാഹു ഫി കിതാബിനിൽ അഹ്കാമിൽ മുഖ്തലിയത്തിൽ അതിൽ വൽ ഇൻസാഫ്, നീതിയും നിഷ്പക്ഷതയും ഉണ്ടാക്കി തീർക്കുന്ന ഹുക്കുമുകളിൽ നിന്ന് അള്ളാഹ് കിതാബിൽ പറഞ്ഞതിലേക്ക് സൂചനയാണ്. അപ്പോൾ ഹുക്കുമുകളാണ് അല്ലേ? കിതാബ് എന്ന് ഇഷാർത്ത്, ഇത് സൂചനയാണ്. ഇലാമ, ഒന്നിലേക്ക്. ദക്കർ അള്ളാഹ് പറഞ്ഞിരിക്കുന്നവൻ്റെ കിതാബിൽ പറഞ്ഞ ഒന്നിലേക്ക് സൂചനയാണ്. എന്തിനാൽ? മിനൽ അഹ്കാമിൽ നീതിയിലേക്കും നിഷ്പക്ഷതയിലേക്കും വീട്ടുന്ന ഹുക്കുമുകളാണ്. അതാണ് കിതാബിന് ഉദ്ദേശം. അപ്പോൾ മീസാൻ ഉദ്ദേശം ഇഷാറത്തുൻ ഇല ഹംലിൻ നാസി അലാ തിൽക്കൽ അഹ്കാമിൽ മബനിയ അലൽ അദ്ലി വൽ ഇൻസാഫ്, നിഷ്പക്ഷത, നീതി, ഇവയുടെ മേൽ എടുക്കപ്പെട്ട ഈ ഹുക്കുമുകളുടെ മേൽ ജനങ്ങളെ എന്ത് ചെയ്യുക? പ്രേരിപ്പിക്കുന്നതിലേക്ക് സൂചനയാണ്. വഹുവ ഷഅനുൽ മുലൂക്കി, അത് രാജാക്കന്മാരുടെ ജോലിയാണ്. വൽ ഹദീദ, അപ്പോൾ ഹദീദ് ഇഷാർത്തില ഇല അന്നഹും ലൗ തമറദു, അപ്പോൾ ഇരുമ്പിനെ പറ്റി പറഞ്ഞ എന്തിനു വേണ്ടി? അത് സൂചനയാണ്. ഇല അവർ ലൗ തമറദ്, അവർ എന്താണ്? എതിര് കാണിച്ചാൽ. ല വജബ യുഹ്മലു അലൈഹിമ ബിസൈഫി, അത് രണ്ടിൻ്റെയും മേൽ അവരെ പ്രേരിപ്പിക്കണം. എന്തുകൊണ്ട്? വാളുകൊണ്ട് പ്രേരിപ്പിക്കണം എന്നും സൂചനയാണ്. ഹുക്കുമുകൾ
ഹുക്കുമുകളെ എന്ത് ചെയ്യുക, ഹുക്കുമുകളെ കൊണ്ട് കൽപ്പിക്കുക, പിന്നെ അത് നടപ്പാക്കുക. അങ്ങനെ ആ നിലക്ക് 3 രൂപത്തിൽ. വഹാദായത് യദുല്ലുത് അറിയിക്കും അലാന്ന മർത്തബത്തിൽ ഉലമാക്കന്മാരുടെ മർത്തബ സ്ഥാനം വഹും അർബാബുൽ കിതാബ്, അവരാണല്ലോ കിതാബിൻ്റെ ആളുകൾ, കിതാബ് പഠിച്ച ആൾക്കാർ അവരല്ലേ. അവർ മുഖദ്ദമത്തൻ, അവരെ മുന്തിക്കപ്പെടും, ആ സ്ഥാനം മുന്തിക്കപ്പെടും അലാ മർത്തബത്തിൽ മുലൂക്കി, രാജാക്കന്മാരുടെ മർത്തബയേക്കാൾ. അല്ലദീനഹും അർബാബു സൈഫ്, അവരാണ് വാളിൻ്റെ ആൾക്കാർ, അവരാണ് വാളിൻ്റെ ആളുകൾ. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരുടെ സ്ഥാനത്തേക്കാൾ ഉലമാക്കൻ പണ്ഡിതന്മാരുടെ സ്ഥാനം മുന്തിക്കപ്പെടും. വൗജൂഹുൽ മുനാസബത്തി കസീറത്തൻ, ഈ ബന്ധങ്ങളുടെ ന്യായങ്ങൾ ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ അതായത് കിതാബ് പറഞ്ഞ്, പിന്നെ മീസാൻ പറഞ്ഞു, പിന്നെ എന്തു പറഞ്ഞു, ഇരുമ്പ് പറഞ്ഞു, അതിൻ്റെ ബന്ധങ്ങൾ നമ്മൾ പറഞ്ഞത് ഒരുപാട് ബന്ധങ്ങൾ പറയാം. വഫീമാ ദക്കർനാഹു തമ്പീവൻ അൽ ബാക്കി, നാം ഈ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ബാക്കിയുള്ളതിൻ്റെ മേൽ ഉണർത്തലുണ്ട്. അത് അവിടെ കഴിഞ്ഞ്. ഇനി അൽ മസ്അലത്തു സാനിയ, രണ്ടാമത്തെ മസല എന്താ, ദക്കറു അവർ പറഞ്ഞിട്ടുണ്ട് ഫീ ഇൻസാലിൽ മീസാനി വ ഇൻസാലിൽ ഹദീദി ഖൗലൈനി കേട്ടോ. അള്ളാഹ് മീസാനെ ഇറക്കി, അതുപോലെ തന്നെ ഇരുമ്പിനെ ഇറക്കി എന്ന് പറഞ്ഞല്ലോ. ഇതിൽ 2 കൗലാണ്. അല്ല അതുപോലെ ഒന്നാമത്തേത് അന്നല്ലാഹു തആല അൻസലഹുമാ മിനസ് സമായി, അത് രണ്ടിനും അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറക്കി എന്നാണ്. റുബിയ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അന്ന ജിബ്രീൽ അലൈഹിസ്സലാം നസല ബിൽ മീസാനി, എന്താണ് ജിബ്രീൽ മീസാനുമായിട്ട് ഇറങ്ങി വന്നു. അണ്ട് ഫദഫഇല നൂഹ് നബിക്ക് നൽകിയെന്ന് അങ്ങനെ വന്നിട്ടുണ്ട്, ഹദീസ് വന്നിട്ടുണ്ട്. വഖാല, അണ്ട് അദ്ദേഹം പറഞ്ഞു നൂഹ് നബിയോട്, മുർ ഖൗമക ബി യസിനു ബിഹി, അങ്ങയുടെ ജനതയോട് അങ്ങ് കൽപ്പിക്കുക, യസിനു ബിഹി, അവർ അതുകൊണ്ട് തൂക്കട്ടെ. വാനിബിൻ അബ്ബാസ്, ഇബിൻ അബ്ബാസ് തൊട്ടുണ്ട്, നസല ആദമു മിനൽ ജന്നത്തി, ആദം നബി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. മാഹു ഹംസത്തു അഷിയ മിൻ ഹദീദി, അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുമ്പിൻ്റെ 5 വസ്തുക്കളുണ്ടായിരുന്നു. ഒന്ന് അസന്താൻ, സന്താൻ എന്ന് വെച്ചാൽ എന്താ, അത് നോക്കണം അർത്ഥം. വൽ കൽബത്താൻ, ചവണ. പിന്നെ വൽ മീഖാത്ത് എന്നല്ല, മിഖ്മാത്ത് എന്ന് ഇവിടെ കൊടുത്താണ് അല്ലേ, മറ്റേത് മീഖാത്ത് എന്ന് കൊടുത്താണ് ഞാൻ അർത്ഥം നോക്കിയിട്ട് കിട്ടാറുന്നത്. വസ്ത്രം അലക്കാനുള്ള കല്ലെന്നും കണ്ട. മിത്രക്കത്ത് എന്ന് വെച്ചാൽ എന്താ, ചുറ്റിക. ഇബ്രത്ത് സൂചി. മിഖ്മാത്ത് മാ യുഹദ്ദദു ബിഹി എന്നല്ലേ, മൂർച്ചയാക്കപ്പെടുന്ന സ്ഥാനം. അപ്പോൾ എന്താ 5 സാധനം എന്നല്ല പറഞ്ഞത്, ഒന്ന് സന്താൻ, കൽബത്താൻ, മിഖ്മാത്ത്, മിത്രക്കത്ത്, ഇബ്രത്ത്, 5 വസ്തുക്കൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിക്ഷണറി നോക്കിയാൽ അതിൻ്റെ മെയിൻ അർത്ഥം കിട്ടും. ഞാനത് നോക്കിയിട്ട് ചിലത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 5 സാധനം ഉണ്ടായിരുന്നു എന്ന്. വയദുല്ലു അലാ സിഹത്തി ഹാദ, ഇത് ശരിയാണെന്നതിൻ്റെ മേലെ തെളിവാണ് മാ റവാ ഇബ്നു ഉമർ റിവായത്ത് അന്നു അലൈഹി സ്വലാത്തു വസ്സലാം, നബി തങ്ങൾ കാല പറഞ്ഞു, ഇന്നല്ലാഹു തആല അൻസല അർബഅ ബറകാത്തിൻ മിനസ് സമാഇ ഇലൽ അർളി, അല്ലാഹു തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് 4 ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ ഇറക്കി. ഒന്ന് അൻസൽ ഹദീദ, അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇരുമ്പ് ഇറക്കി. വന്നാറ, തീ ഇറക്കി. വൽമാ, വെള്ളം. വൽമിൽഹ, ഉപ്പ്. ഈ 4 സാധനങ്ങൾ ബർക്കത്തുള്ള സാധനങ്ങൾ അല്ലേ, അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇരുമ്പ്, തീ, വെള്ളം, ഉപ്പ്, ഈ 4 ഇനി വൽ ഖൗലു സാനി, രണ്ടാമത്തെ കൗൽ എന്താ, മീസാനെയും അതുപോലെ തന്നെ ഇരുമ്പിനെ ഇറക്കി എന്നതിലുള്ള രണ്ടാമത്തെ കൗല് അന്നമാന ഹാദൽ ഇൻസാൽ, ഈ ഇൻസാൽ ഇറക്കുക എന്നുള്ള മാന ഇൻഷ ഉണ്ടാക്കിയെന്ന, തഹയ്യത്ത് ഉണ്ടാക്കുക, അതിനെ സൗകര്യപ്പെടുത്തി തരാമെന്ന ഉദ്ദേശം. കൗലി തള്ള പറഞ്ഞു, വൻസല ലക്കുമിനൽ അന്നാമി സമാനത്ത് അസ്വാജ്, ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് 8 ഇനങ്ങളെ അള്ള ഇറക്കി തന്നു വെച്ചാൽ ഉണ്ടാക്കിയെന്ന്. കാല കുത്രുബ് പറഞ്ഞു, അൻസൽനാഹ നായി ഹയ്യന, നാം അതിനെ തയ്യാറാക്കി തന്നു എന്നാ. മിനൻ നുസൂലിൽ നിന്നാണ്, നുസൂലിൽ നിന്നാണ് കേട്ടോ. യുഖാലു ഉൻസിലൽ അമീറു അലാ ഫുലാനിൻ നുസുലൻ ഹസന എന്ന് പറയാറുണ്ട്. അമീറിന് തയ്യാറാക്കപ്പെട്ടു ഇന്നാലിൻ്റെവൻ്റെ മേൽ നുസുലൻ, നല്ല സൽക്കാരം എന്നതൊക്കെ പറയും. വാമിനു, അവരിലാണ് മൻകാല പെട്ടവരാണ് മൻ, ഒരുത്തൻ പറഞ്ഞു, ഹാദാമിൻ ജിൻസി കൗലിഹി, ഈ പറഞ്ഞത് അള്ളാഹിൻ്റെ കൗലിൻ്റെ വർഗത്തിൽപ്പെട്ടത്. ഏതാ ഈ പറഞ്ഞത്, അലഫ്തുഹ തിബിനൻ വ മാൻ ബാലിദ എന്ന് പറയുന്നത്, വാക്കൽത്തു ഖുബുസം വ ലബന എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതെന്ന്. അലഫ്തുഹ തിബിനൻ വ മാൻ ബാലിദ വാക്കൽത്തു ഖുബുസൻ വ ലബന.
അൽ മസ്അലത്തു സാലിസ, ഇനി മൂന്നാമത്തെ മസല. ദുക്കിറഫി മനാഫി മീസാനി, മീസാനിൻ്റെ ഉപകാരത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഐ യഖൂമന്നാസു ബിൽ ഖിസ്തിയാണല്ലോ, ജനങ്ങൾ നീതിയായിട്ട് നിലനിൽക്കലല്ലേ. വൽ ഖിസ്തു നീതിയും, വൽ ഇസ്ഖാത്തു വൽ ഇൻസാഫു, വൽ ഖിസ്തു വൽ ഇസ്ഖാത്തു വൽ ഇൻസാഫ്, നിഷ്പക്ഷമാണല്ലോ അത്. വഹുവാൻ യൂത്തിയൽ ഖിസ്ത, വൽ ഖിസ്തു വൽ ഇസ്ഖാത്തു, ഇഖ്സാത്തു എന്ന് വെച്ചാൽ ഹുവൽ ഇൻസാഫു, നിഷ്പക്ഷം പ്രവർത്തിക്കല, നീതി പ്രവർത്തിക്കാന്ന് വെച്ചാൽ നിഷ്പക്ഷം ചെയ്യുക. വഹുവദാൻ തൂത്തിയൽ ഖിസ്ത വൈരിക്ക, നീ അല്ലാത്തവൻ്റെ നീ നൽകണം, നിൻ്റെ അല്ലാത്ത വിഹിതം നീ മറ്റുള്ളവർ നൽകണം. കമാ താഹുദ് ഖിസ്ത നഫ്സിക്ക, നിൻ്റെ ഓഹരി നീ പിടിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ഓഹരി നീ മറ്റുള്ളവർക്ക് നൽകണം. അതാണ് വൽ ആദിൽ മുഖസിത്ത്. അപ്പോൾ നീതിമാൻ എന്ന് വെച്ചാൽ അവനാണ് മുഖസിത്ത് അല്ലേ. കാലത്ത് അള്ള പറഞ്ഞു ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖസിത്തി എന്നല്ല പറഞ്ഞ, നീതിമാന്മാരെ അള്ള ഇഷ്ടപ്പെടുന്നു. വാമൽ ഹദീദ്, അപ്പോൾ ഇരുമ്പ് ഫവി ബാസു ഷദീദുൻ, അതിൽ ശക്തിയായ കഠിനമായ ശക്തി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ ഇരുമ്പിൽ. കാരണം ഫൈന ആലാത്തിൽ ഹുറു മുത്തഹത്തു മിൻഹു ആണ്, ആയുധങ്ങൾ യുദ്ധായുധങ്ങളൊക്കെ അതിൽ നിന്നല്ലേ ഉണ്ടാക്കപ്പെടുക. വഫി ആയുധൻ, വീണ്ടും അതിലുണ്ട് മനാഫിയും കസീറുണ്ടെന്നുള്ള പറഞ്ഞല്ലോ ഇരുമ്പിൽ. കൗലു തമിഴ്നാട്ടിൽപ്പെട്ട അള്ളാൻ്റെ കൗലു അല്ലംനാഹു സന്നാത്ത ലബൂസിലക്കും, നാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു നിങ്ങൾക്കുള്ള ലബൂസിൻ്റെ വസ്ത്രത്തിൻ്റെ ഉണ്ടാക്കുന്നതിനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു സൂറത്തുൽ അംബിയായിലൂടെ. ഓമിൻ അതിൽപ്പെട്ടതാണ് അന്ന മസാലി ആലമി ഇമ്മ ഉസൂലൻ, അതിൽപ്പെട്ടതാണ് അന്ന മസാലിൽ ആലമി, ലോകത്തിൻ്റെ നന്മ, ഇമ്മ ഉസൂൽ ഒന്നുകിൽ അടിസ്ഥാനങ്ങളാണ്, വൈമാഫുറൂൻ ഒന്നുകിൽ ഫറവുകൾ, ഒന്നുകിൽ അല്ലെങ്കിൽ ഘടകങ്ങളായിരിക്കും. ലോകത്തിൻ്റെ നന്മയുടെ കാര്യങ്ങൾ അമൽ ഉസൂൽ, അപ്പോൾ അടിസ്ഥാന കാര്യങ്ങൾ ഫാർബത്ത് 4ആണ്. അസിറാത്ത് കൃഷിയാണ്, വൽ ഹിയാക്കത്തു അതുപോലെ തന്നെ നൂല് നെയ്ത്ത് വസ്ത്രം ഉണ്ടാക്കൽ, ബിനാൽ ബുയൂത്തി കൃഷി നെയ്ത്ത്, ബിനാൽ ബുയൂത്തി കെട്ടുണ്ടാക്കുക, വസൽത്തനത്തു അധികാരം അല്ലേ. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ദുനിയാവിൻ്റെ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനങ്ങൾ. കാരണം ആലിക്ക എന്തങ്ങനെ പറയാൻ കാരണം മനുഷ്യന് ലിയനൽ ഇൻസാന മുൽത്തറിനിൽ തൊആമിൻ യക്കുലുഹു, ഭക്ഷിക്കണ ഭക്ഷണത്തിലേക്ക് ആവശ്യമായ ആളാണല്ലോ മനുഷ്യൻ. സൗബിൻ യൽബസു ധരിക്കാൻ വസ്ത്രം വേണം, വബിനായി യജ്ലിസ് ഫി അവന് ഇരിക്കാൻ കെട്ടിടം വേണം, പാർപ്പിടം വേണം. വൽ ഇൻസാന് മദനീയം ബിത്തബൈ, കാരണം മനുഷ്യൻ മദനീയം ബിത്തബ് മദനീയാണ്, പട്ടണത്തിൽ താമസിക്കുന്നവനാണ് അവന് പ്രകൃതിപരമായിട്ട്. അപ്പോൾ ഫലാ തത്തിമ മസ്ലഹത്തു ഇല്ല എന്ത് ഇജ്തിമായി ജമീ മിൻ അൻബനായി ജിൻസിഹി, അപ്പോൾ അവൻ്റെ മസ്ലഹത്ത് നന്മ പൂർത്തിയാകൂല ഇല്ല ഇന്ത ജിത്തിമായി ജംഇ മിൻ അബ്നായി ജിൻസിഹി യസ്തഇല്ലു കുല്ലു വാഹിദ് മിൻഹും ബി മുഹിമിൻ ഖാസിൻ, അവൻ്റെ ജിൻസിൻ്റെ ഇനങ്ങളിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്തല്ലാതെ. യസ്തഇല്ലു കുല്ലു വാഹിദ്, അപ്പോൾ ഓരോരുത്തരും ജോലിയാകണം മിൻഹു അവരിൽ നിന്ന് ബി മുഹിമിൻ ഖാസിൻ, മുഖ്യമായ കാര്യം കൊണ്ട്. അപ്പോൾ ഫൈഹിനൈദിൻ അന്നേരം യന്തദിമു മിനൽ കുല്ലി മസാലിൽ കുല്ലി, അപ്പോൾ എല്ലാവരിൽ നിന്നും എല്ലാവരുടെയും മസ്ലഹത്ത് ഉണ്ടായിത്തീരും. വദാലിക്കൽ ഇൻതിദാം, ആ കോർവ ലാവുദ്ദ അയുഫ്ലൈലൽ മുസാഹമത്തി, അപ്പോൾ അതെന്ത് ചെയ്യും തർക്കത്തിലേക്ക് ചെന്നെത്തിക്കും. വലാബുദ്ദ മിൻ ഷഖ്സിൻ യദ്ഫഉ ദർറൽ ബാലിയൻ ബാലി, അപ്പോൾ അത്യാവശ്യമാണ് ഓരോ വ്യക്തിക്കും കൂടാതെ കഴിയുകയില്ല അവരിൽ നിന്ന് ചിലരെ തൊട്ടുള്ള പ്രയാസത്തെ തടയലും അത്യാവശ്യമാണ്. വദാലിക ഹുവ സുൽത്താൻ, അതിനാണ് എന്തുള്ളത് അധികാരം, സുൽത്താൻ അല്ലെങ്കിൽ നേതാവ് ഉണ്ടാകുക. അപ്പോൾ ഫസബത്തപ്പെട്ടു അന്നൗലായ എന്തൽദിമു മസ്ലഹത്തുൽ ആലം, ലോകത്തിൻ്റെ നന്മ കോർവയാകൂല ഇല്ലാ ബി ഹാദിൽ ഉറൂഫിൽ അർബ, ഈ 4 ജോലി കൂടാതെ. 4 ജോലിക്കാർ വേണം, കൃഷിക്കാർ വേണം, പിന്നെ ആരാ നെയ്ത്തുകാർ വേണം, പിന്നെ വീട് പണിയൽ അല്ലേ, പിന്നെ അധികാരം, ഈ 4 കാര്യങ്ങൾ. അമ്മ സിറാത്തു കൃഷി ഫമുഹ്താജുനിൽ ഹദീദി, അപ്പോൾ ഇനി നമുക്ക് കൃഷിയും ഇനി ഇരുമ്പിൻ്റെ കാര്യമല്ലേ പറയുന്ന, കൃഷിക്ക് അത് ആവശ്യമാണ് ഹദീദ്, ഇരുമ്പ് കൂടാതെ കഴിയൂല. കാരണം ദാലിക ഫി ഖുറബിൽ അറാളി വ ഹഫരിഹ, ഭൂമി കുഴിക്കുന്നതിലൊക്കെ അത് ആവശ്യമാണല്ലോ.
സുമ ഇന്ത തക്കവുനി ഹാദിൽ ഹുബൂബി, പിന്നെ ആ ഭൂമി കുഴിക്കാൻ, കൃഷി ഉണ്ടാക്കണ ഈ ഭൂമി കുഴിക്കണം. പിന്നെ ആ ധാന്യങ്ങൾ ഉണ്ടാകുന്നതും ലാബുദമിൻ ഹൈസിഹ വ തങ്കീയത്തിഹ, അതിനെന്ത് ചെയ്യണം? ഹബ്സ്, അതിനെ വൃത്തിയാക്കണം. അത് കൂടാതെ കഴിയില്ല. അപ്പോൾ അത് ആലികലായത്തുമില്ലാവില്ല. അതിനും എന്ത് വേണം? ഇരുമ്പ് വേണം. സുമൽ ഹുബു, പിന്നെ ധാന്യങ്ങൾ ലാബുദമിൻ തഹനിഹ, തഹനി ചെയ്യണം. അതിന് തഹനെ വേവിക്കൽ അല്ലേ. അപ്പോൾ ആലികലായത്തുമില്ലാവിൽ ഹദീദ്, അതും ഹദീദ് കൊണ്ടല്ലാതെ പറ്റൂലല്ലോ, അതിന് ഇരുമ്പ് വേണം. സുമലാബുദമിൻ ഹബ്സിഹ, ഹബ്സ് ചെയ്യണം. ഹബ്സ് എന്ന് വെച്ചാൽ വലായത്തുമില്ലാ, പിന്നാൽ അത് വേവിക്കാന്നായി. തഹന് വൃത്തിയാക്കാന്ന. ഹബ്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേവിക്കുക. വലായത്ത് പിന്നെ അതിന് തീ വേണം. വലാബുദമിന് മിഖ്ദഹത്തിൽ ഹദീദിയ, അപ്പോൾ എന്ത് ചെയ്യും? മിഖ്ദഹത്ത് എന്ന് വെച്ചാൽ എന്താ? മിഖ്ദഹത്ത് വേണം. അപ്പോൾ അതിന് എന്ത് വേണം? വേവിക്കുന്ന സാധനം അല്ലേ. അപ്പോൾ അതും ഇരുമ്പിൻ്റെ മിഖ്ദഹത്ത് വേണം. വമൽ ഫവാക്കിഹു, അപ്പോൾ ഫവാക്കികളോ, അതായത് പഴങ്ങൾ, ഫലങ്ങൾ. ഫവാക്കിയുടെ പഴങ്ങൾ ഫലാബുദ്ദമിൻ തൻലീഫിഹ അൻ കുശൂരിഹ, അതിൻ്റെ ചകരിയെ തൊട്ട് അതിനെ വൃത്തിയാക്കൽ കൂടാതെ കഴിയില്ല. അപ്പോൾ ഖത്തിഹാലിൽ വുജൂഹിൽ മുവാഫഖത്തിൽ അഖലി, അതിനെ മുറിക്കണം. തിന്നാൻ യോജിക്കുന്ന മാർഗത്തിൽ അതിനെ മുറിക്കണമല്ലോ. വലായത്തി മുതാലിക്കില്ല ബിൽ ഹദി, അതിനും എന്ത് വേണം? എന്ത് വേണം? ഇരുമ്പ് വേണം. വമൽ ഹിയാക്കത്തു, അപ്പോൾ എന്താണ്? നൂല്, നെയ്ത്ത്. മാലൂമൻ അറിയപ്പെട്ടതാണല്ലോ. അന്നു യഹ്താജു ഇല ആലാത്തിൽ ഹിയാക്കത്തി, അതിന് നോൽക്കാൻ്റെ ആയുധങ്ങൾ വേണമല്ലോ. നോൽക്കാനുള്ള, നൂല് നെയ്യാനുള്ള ആയുധങ്ങൾ വേണം. അപ്പോൾ മാലൂം അന്നു യഹ്താജു ഫിൽ ആലാത്തിൽ ഹിക്കായത്തി ഇലൽ ഹദീദ്, അവിടെ ഇരുമ്പ് വേണം. സുമ യഹ്താജു ഫി ഖതീസിയാബി, പിന്നെ വസ്ത്രം മുറിക്കുന്നതിലും ആവശ്യമാണ്. ഖിയാത്തത്തെ തുന്നുന്നതിലും ഹദീദിലേക്ക് ഇലൽ ഹദീദി, അപ്പോഴും എന്ത് വേണം? ഹദീദ് വേണം, ഇരുമ്പ് വേണം. വമാ ബിനാവു, അപ്പോൾ പണിയൽ മാലും അറിയപ്പെട്ടതാണല്ലോ, വീട് പണിയിലും മറ്റൊക്കെ. അന്ന കമാലൽ ഹാലിഫി, അതിലുള്ള പൂർണ്ണത ലായസുലു ഇല്ലാബിൽ ഹദീദി, അവിടെയും എന്ത് വേണം? ഇരുമ്പ് വേണം. വമ്മാ അസ്ബാബു സൽത്തനത്തി, അപ്പോൾ അധികാരത്തിൻ്റെ കാരണങ്ങൾ. ഫമാലൂമൻ അറിയപ്പെട്ടതാണല്ലോ. അന്നലായ തത്തിമു വലാ തക്കുമുലു ഇല്ലാബിൽ ഹദീദി, അത് പൂർണ്ണമാകണമെങ്കിൽ, പരിപൂർണമാകണമെങ്കിൽ അതിന് ഇരുമ്പ് വേണം. വൈന്ദഹാദ, ഈ സമയത്ത് ഇതിൻ്റെ സമയത്ത് എൽഹറു, വെളിവായി അന്ന അക്സറ മസാലിൽ ആലം, ലോകത്തിൻ്റെ നന്മകൾ അധികവും ലാ തത്തിമു ഇല്ലാ ബിൽ ഹദീദ്, ഇരുമ്പ് കൊണ്ടല്ലാതെ പൂർണ്ണമാവൂല. വേലുഹറു ഐലം, വീണ്ടും ലാഹിറാകും. അന്ന ദഹബ, സ്വർണം ലാ യഖൂമു മഖാമൽ ഹദീദി ഫി ഷൈഇൻ മിൻ ഹാദിൽ മസാലി, ഈ നന്മകളിലെ ഒരു നന്മകളുടെ സ്ഥാനത്തും ഇരുമ്പിൻ്റെ സ്ഥാനത്ത് സ്വർണം നിൽക്കൂല. കാരണം എന്താ? ഫലൗലം യൂജദിൽ ദഹബു, സ്വർണ്ണം ഇല്ലെങ്കിൽ ദുനിയ ഫി ദുനിയ, ലോകത്ത് സ്വർണ്ണം ഇല്ലെങ്കിൽ മാക്കാന യഖ്തലു ഷൈഉൻ മിൻ മസാലി ദുനിയ, ദുനിയാവിൻ്റെ ഒരു നന്മയും അതുകൊണ്ട് ഇല്ലാതായി തീരൂല. ഫലൗലം യൂജദിൽ ഹദീദ്, പക്ഷേ ഇരുമ്പില്ലെങ്കിൽ ലഖ്തല്ല ജമീഉ മസാലി ദുനിയാവിൻ്റെ മുഴുവൻ മസ്ലഹത്തുകളും ഇടർച്ചയാകും, അതിനെല്ലാം പ്രശ്നം സംഭവിക്കും. സുമ്മൈനൽ ഹദീദ, പിന്നെ ഇരുമ്പ് ലമാ കാനത്തിൽ ഹാജത്തിലേഹി ശരീരത്തൻ, അതിലേക്കുള്ള ആവശ്യം ശക്തിയായപ്പോൾ ജാലഹു സഹലൽ വിജിദാൻ, അത് പെട്ടെന്ന് എത്തിക്കണ കാര്യമായി. അത് ആയി സഹലൽ വിജിദാൻ, പെട്ടെന്ന് കിട്ടും. കസീറൽ വുജൂദ്, ഒരുപാട് കൂടുതലാണ്, ധാരാളം ഇരുമ്പുകൾ ധാരാളമുണ്ട്. വദ്ഹബു ലമ്മ കല്ലത്തിൽ ഹാജത്തുലഹി, സ്വർണത്തിൻ്റെ ആവശ്യം കുറഞ്ഞപ്പോൾ ജാലഹു അസീസൽ വുജൂദ്, അത് ഉണ്ടാകൽ അത്യാപൂർവമായി. വൈന്ദഹാദ, അപ്പോൾ ഈ സമയത്ത് യൽഹർ, വെളിവായി അസറു ജൂദില്ലാഹി, അള്ളാഹുവിൻ്റെ അസർ, ജൂദിൻ്റെ അസർ, വറഹ്മത്തിഹി, അവൻ്റെ റഹ്മത്തും അവൻ്റെ ധർമ്മിഷ്ഠതയും, അലാബിദി, അവൻ്റെ അടിമകളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ ജൂദും റഹ്മത്തും വെളിവാകും. കാരണം ഫൈന്ന കുല്ലമാക്കാനത്തെ ഹാജത്തിലേ അക്സർ ജാല വിജാനുഹു അസ്അലു, കാരണം ഫൈന്ന കുല്ലമ, ഒന്ന് മുഴുവനും, കാനത്ത് ഹാജത്തുഹും ഇലഹി, അവരിലേക്കുള്ള ആവശ്യം, അങ്ങനത്തെ ഒന്ന് മുഴുവനും, അക്സറ, ജനങ്ങൾക്ക് ആവശ്യം അധികരിച്ചതെല്ലാം ജല വിജിതാനു അസ്സല, അത് ഉണ്ടാകൽ എളുപ്പമാക്കി, അതിൻ്റെ വിജിതാനിനെ ഉണ്ടാക്കി എളുപ്പമാക്കി.
വലിയ ഹാദ ഇക്കാരണത്തിന് വേണ്ടി കാല ബാദുൽ ഹുക്കമാക്കളിൽ ചിലർ പറഞ്ഞത് ഇന്ന ആലമൽ ഉമൂരി ഹാജത്തിനിലഹി വൽ ഹവാഉ മനുഷ്യരിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് ഹുൽ ഹവാദ് എന്താണ്? വായുവാണ്. ഫൈന്നഹു ലവിൻഖത ഉസൂലുൽ ഖൽബി അത് ഹൃദയത്തിലേക്ക് എത്തൽ മുറിഞ്ഞു പോയാൽ ലഹളത്തിന് ഒരു നിമിഷം മുറിഞ്ഞു പോയാൽ ലമാത്തൽ ഇൻസാനു ബില്ലാഹി അപ്പം തന്നെ മനുഷ്യൻ മരിച്ചു പോകും. അപ്പോൾ ഫലാജറം അപ്പോൾ നിസ്സംശയം ജാലല്ലാഹു അള്ളാഹ് ആക്കി അസ്അലൽ അഷിയായി വിജിദാനം അതിനെ അള്ളാഹ് ആക്കിയ എന്തിനെ വായുവിനെ പെട്ടെന്ന് വസ്തുക്കളിൽ ഏറ്റവും എളുപ്പം കിട്ടുന്നതാക്കി. വായു എവിടെ നോക്കിയാലും വായുണ്ട്. വഹയ്യാസ് ബാബ തനഫുസി വാലാത്തിഹി അത് വായു ശ്വാസം എടുക്കുന്നതിൻ്റെയും അതിൻ്റെ ആയുധങ്ങളുടെയും കാരണങ്ങളെയും അള്ളാഹ് എളുപ്പമാക്കി. ഹത്താനൽ ഇൻസാന മനുഷ്യന് എത്തനഫസു അവൻ ശ്വാസം വിടും. നിത്യമായിട്ട് ശ്വാസം വിടുകയില്ലേ, വലിക്കുകയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മുക്തലാ തബൈഹി അവൻ്റെ പ്രകൃതിയുടെ നേട്ടം കൊണ്ടിട്ട് മിന്നു കൈരി ഹാജത്തിൻ ഫീല തകല്ലുഫി അമലിൻ ഒരു പ്രവൃത്തിയും കീർത്തിച്ച് ചെയ്യലേക്ക് ആവശ്യം കൂടാതെ ഇപ്പം നമുക്ക് ശ്വാസം വിടാൻ വലിയ പ്രയാസമുണ്ടോ? ഇല്ല. അപ്പോൾ അത്രത്തോളം എളുപ്പമാണ്. വബാദൽ ഹവായ് അൽ മാഉ ഇനി ശ്വാസം എന്താണ്? വായുവിന് ശേഷം പിന്നെ അൽ മാഉ വെള്ളമാണ് അടുത്ത ഏറ്റവും കിട്ടേണ്ട കാര്യം. ഇല്ല അന്നഹു എങ്കിലും അത് ലമ്മാക്കാണത്തിൽ ഹാജത്തിലൽ മായി വെള്ളത്തിലേക്കുള്ള ആവശ്യം അക്കല്ല മിനൽ ഹാജത്തിലൽ ഹവായി വായുവിലേക്കുള്ള ആവശ്യത്തേക്കാൾ കുറഞ്ഞതായപ്പോൾ ജാല തഹസീലൽ മായി വെള്ളം കിട്ടലിനെ ആക്കി അശക്ക കലീലൻ അല്പം ഒന്ന് പ്രയാസാക്കി. മീൻ തഹസീൽ ഹവായി വായു കിട്ടുന്നതിനേക്കാൾ അല്പം പ്രയാസാക്കിയിട്ടുണ്ട്. വബാദൽ മായി വെള്ളത്തിന് ശേഷം മാ തആമു ഭക്ഷണമാണ്. വലമാ കാണത്തിൽ ഹാജത്തിലെ തആമി അക്കലമിൻ ഹാജത്തിൽ മായി വെള്ളത്തിലേക്കുള്ള ആവശ്യത്തേക്കാൾ ഭക്ഷണത്തിലേക്കുള്ള ആവശ്യം കുറഞ്ഞതാണല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ജാല തഹസീല തആമി ഭക്ഷണം കിട്ടാനുള്ള കാര്യം പ്രയാസാക്കി. മീൻ തഹസീൽ മായി വെള്ളം കിട്ടുന്നതിനേക്കാൾ പ്രയാസം ഭക്ഷണം കിട്ടാൻ വെച്ച് പ്രയാസപ്പെടണം. സുമ്മ തതവാഫാവത്തുൽ അത്ഇമതു ഫിൽ ദറജാത്തിൽ ഹാജത്തി വൽ ഇസ്സത്തി പിന്നെ ഭക്ഷണങ്ങൾ തന്നെ വ്യത്യാസമാകുമല്ലോ. ആവശ്യങ്ങളുടെ പട്ടികയിലും ഇസ്സത്തിൻ്റെ യോഗ്യതയുടെയും പട്ടികയിലായിട്ട് ഭക്ഷണങ്ങളും ഏറ്റവും വ്യത്യാസം വരും. അപ്പോൾ കുല്ലുമാ കാനത്തിൽ ഹാജത്തിലെ യാശദ്ദ കാന വിജിദാൻ വസല ആവശ്യം ശക്തിയായതെല്ലാം അതുണ്ടാകൽ ഏറ്റവും എളുപ്പമാകും, അത് ലഭിക്കൽ ഏറ്റവും എളുപ്പമായിരിക്കും. അല്ലേ? ഫകുല്ലുമാ കാനത്തിൽ ഹാജത്തിലേഹി ഒന്ന് മുഴുവനും കാനത്തിൽ ഹാജത്തിലെ ആവുന്നിലേക്കുള്ള ആവശ്യമായിരിക്കുന്നു, അശദ്ധായിരിക്കുന്നു. അങ്ങനത്തെ ശക്തിയായ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം കാന വിജിദാനു അസ്ഹൽ അത് ലഭിക്കൽ എളുപ്പമായിരിക്കും. വകുല്ലുമാ കാന വിജിദാൻ ആസറ എളുപ്പം പ്രയാസം കിട്ടാൻ പ്രയാസമായ എല്ലാ കാര്യവും കാനത്തിൽ ഹാജത്തിലേഹി അക്കല്ല അതിലേക്ക് ആവശ്യം കുറഞ്ഞതായിരിക്കും. അപ്പോൾ കുറഞ്ഞ ആവശ്യമുള്ള സാധനം കിട്ടാൻ പ്രയാസമായിരിക്കും. എപ്പോഴും ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടാൻ എളുപ്പമായിരിക്കും. വൽ ജവാഹിറു മുത്തുകൾ രത്നങ്ങൾ ലമ്മാക്കാനത്തിൽ ഹാജത്തു ഇലൈഹ അതിലേക്കുള്ള ആവശ്യമായപ്പോൾ കലീലത്തൻ അങ്ങേയറ്റം കുറഞ്ഞതായപ്പോൾ കുറച്ച് ആവശ്യമുള്ളൂ. രത്നങ്ങൾ ഇപ്പോൾ എന്തിനാ എല്ലാവർക്കും ആവശ്യമുണ്ടോ? ഇല്ല. ലാജറമ കാനത്ത് അസീസത്തൻ ജിദ്ദ അപ്പോൾ എന്തായി? അത് അങ്ങേയറ്റം അസീസത്തായി, ലഭ്യത കുറഞ്ഞതായി. ഫാലിമിന നമുക്കറിയാലോ അന്നക്കുല്ല ഷൈഇൻ കാനത്തിൽ ഹാജത്തിലേക്ക് അക്സറമാക്കാനും ഇദാൻ അസല ആവശ്യം അധികരിച്ച എല്ലാ വസ്തുക്കളും അത് എളുപ്പം ലഭിക്കും. നമ്മൾ അറിഞ്ഞല്ലോ. വലമാ കാനത്തിൽ ഹാജത്തില റഹ്മത്തില്ലാഹി വലമാ കാനത്തിൽ ഹാജത്തില റഹ്മത്ത് അള്ളാഹിൻ്റെ റഹ്മത്തിലേക്കുള്ള ആവശ്യം അശദ്ദാണ് മിനൽ ഹാജത്തില കുല്ലി ഷൈഇൻ എല്ലാ വസ്തുവിലേക്കുള്ള ആവശ്യത്തെക്കാളും അള്ളാഹിൻ്റെ കാരുണ്യത്തിലേക്കുള്ള ആവശ്യം അശദ്ധായപ്പോൾ ഫനർജു മിൻ ഫദ്ലിഹി അപ്പോൾ അവൻ്റെ ഔദാര്യത്തിൽ നാം ആഗ്രഹിക്കുന്നു യജഅലഹ അവൻ അതിനെ ആക്കൽ അസ്അലൽ അഷിയായി ഏറ്റവും എളുപ്പമുള്ള വസ്തുവാക്കൽ വിജിദാനം ഏറ്റവും എളുപ്പം ലഭിക്കുന്ന വസ്തുവാക്കലിനെ നാം പ്രതീക്ഷിക്കുന്നു. കാല ഷാഹിർ പാടില്ല സുബ്ഹാന മൻ ഖസ്സൽ അസീസ ബി ഇസ്സിഹി വന്നാസു മുസ്തഗ്നൂന അൻ അജ്നാസിഹി വാദല്ല അംഫാസൽ ഹവാഇ വകുല്ലു ദീ നഫ്സിൻ ഫമുഹ്താജുൻ ഇലാ അംഫാസിഹി. സുമ്മ കാലത പിന്നെ അള്ളാഹ് പറഞ്ഞു വലിയ ആലം അല്ലാഹു മയൻസുറുഹു വ റുസുലഹു ബിൽ ഗൈബ് ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് അറിയാൻ വേണ്ടി അള്ളാഹിനെ സഹായിക്കുന്ന ആരാണ്? അവൻ്റെ മുർസലുകളെയും ബിൽ ഗൈബി അദൃശ്യമായ സ്ഥിതിയിൽ
അള്ളാഹു അവരെ തൊട്ട് അദൃശ്യനായ സ്ഥിതിയിൽ അവരെ സഹായിക്കുന്നതാരാണ് എന്നറിയാൻ വേണ്ടി. ഇന്നല്ലാഹ് കവിയുൻ അസീസ്, അള്ളാഹു കവിയും ശക്തനാണ് പ്രതാപശാലിയുമാണ്. വഫീഹി മസായിലു, ഇതിലുമുണ്ട് ചില മസാലകൾ. അപ്പോൾ തീരാറായിട്ടോ. വഫീഹി മസായിലു, ഇതീ പറഞ്ഞതിൽ മസാലകളുണ്ട്. എന്താണ്? അൽ മസലത്തുൽ ഊല, ഒന്നാമത്തെ മസല അൽ മാന വലിയ അലം അള്ളാഹു മൈ യൻസുറു എന്ന് പറഞ്ഞല്ലോ. അള്ളാഹിനെ സഹായിക്കുന്നവരെ അള്ളാഹ് അറിയാൻ വേണ്ടി. ഐ യൻസുറു ദീന, അവൻ്റെ ദീനെ സഹായിക്കുന്നവരെ. വൻസുർ റുസുലഹു, മുർസലീങ്ങളെ സഹായിക്കുന്നവരെ അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെ സഹായിക്കുക? ബിസ്തിമാൽ സുയൂഫി വ റിമാഹി വ സാരി സിലായി ഫി മുജാഹിദിൽ ആദായി ദീനി ബിൽ ഗൈബ്. ഐ ഗായിബൻ എന്നും അവരെ തൊട്ട് മറഞ്ഞതായ സ്ഥിതിയിൽ എങ്ങനെ സഹായിക്കുക? വാളുകളും കുന്തങ്ങളും മറ്റു യുദ്ധത്തിൻ്റെ മറ്റായുധങ്ങളെ കൊണ്ട് ദീനിൻ്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിൽ അള്ളാഹിനെ സഹായിക്കുന്നവർ. ഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, യൻസുറൂനഹു വലാ യുബ്സിറൂനഹു, അവർ അള്ളാഹിനെ സഹായിക്കുന്നു, അവരെ അള്ളാഹിനെ കാണുന്നില്ല. അപ്പോൾ കാണാത്ത സ്ഥിതിയിൽ. വയഖ്റുബു മിൻഹു, അവർ അള്ളാഹിനോട് അടുത്തിട്ടുണ്ട്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കുന്നല്ല, അള്ളാഹുവിൻ്റെ കൗല്. വയഖ്റുബു മിൻഹു കൗല്, അതിനോട് അടുക്കും അള്ളാഹിൻ്റെ കൗല്. എന്താണ്? ഇനി ഞാൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചാൽ യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. അത് മസലത്തു സാനിയ, രണ്ടാമത്തെ മസല എന്താ ഇതിൽ? ഇഹ്തജ മൻ ഖാല ബി ഹുദൂസി ഇൽമില്ലാഹി ബി ഖൗലിഹി. ശരി, അള്ളാഹിൻ്റെ ഇൽമ് എന്നുള്ളത് ഹാദിസാണ്, അത് എന്തല്ല, അത് അസ്ലിയല്ല, അത് ഹാദിസാണ് എന്ന് തെളിവിടിച്ച് ആളുകൾ ഈ കൗല് കൊണ്ട് വലിയ ആലമല്ല, അള്ളാഹ് അറിയാൻ വേണ്ടിയെന്ന് തെളിവിടിച്ചു. വലിയ ജവാബ് വന്നു, അതിന് മറുപടി എന്താ? അന്നഹു താല അറാദ ബിൽ ഇൽമിൽ മാലൂമ, അവിടെ ഇൽമ കൊണ്ട് ഉദ്ദേശിച്ചത് മാലൂമാണ് കേട്ടോ, അറിവല്ല, മാലൂമിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഫക്കാന്നഹു താല, അള്ളാഹ് പറഞ്ഞതുപോലെ ഉണ്ട്. കാല വലി തക്കാ നുസ്രത്തുർ റസൂൽ അലൈഹിസ്സലാം മിമ്മ യൻസുറുഹു, റസൂലിൻ്റെ സഹായം സംഭവിക്കാൻ. മിമ്മ യൻസുറുഹു, മിമ്മൻ ഒരുത്തരിൽ നിന്ന്, യൻസുറുഹു അവനെ സഹായിക്കുന്നവരിൽ നിന്ന്. അറിയാമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? സംഭവിക്കാമെന്നർത്ഥം. വലിയ ആലമല്ല, അള്ളാഹ് അറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തക്കാ നുസ്രത്തുൽ റസൂലിൻ്റെ സഹായം സംഭവിക്കാൻ വേണ്ടി. അപ്പം അറിവെന്നല്ല എന്നോട്, മാലൂമാണ് ഉദ്ദേശം. റസൂലിനെ സഹായം, മിമ്മൻ ഒരുത്തൽ അവനെ സഹായിക്കുന്നവരിൽ നിന്ന് റസൂലിനുള്ള സഹായം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അൽ മസലത്തു സാലിസ, ഇനി മൂന്നാമത്തെ മസല എന്താ? കാല ജുബായി പറഞ്ഞു, കൗലു തള്ളാൻ്റെ കൗലി യക്കൂമൻ നാസു ബിൽ ഖിസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ജനങ്ങൾ നീതിപൂർവ്വം നിലകൊള്ളുക എന്ന് പറഞ്ഞല്ലോ. ഫീ ദലാലത്തുൻ, ഈ പറഞ്ഞത് തെളിവുണ്ട്. അല അന്നഹു താല അൻസൽ മീസാന വൽ ഹദീദാണ്, അള്ളാഹു മീസാനും ഇരുമ്പ് ഇറക്കിയിട്ടുണ്ട് എന്ന് തെളിവുണ്ട്. വ മുറാദുഹു മിനൽ ഇബാദി, അടിമകളിലുള്ള മുറാദൻ യഖൂമു ബിൽ ഖിസ്തി, അടിമകൾ എന്ത് ചെയ്യുക? അവർ നീതിപൂർവ്വം നിൽക്കണമെന്നത് കൊണ്ടുള്ള മുറാദ്. വ യൻസുറു റസൂല, റസൂലിനെ സഹായിക്കുക എന്നുള്ള മുറാദ്. ഫൈദാഖാന ഹാദ മുറാദു മിനൽ കുല്ലി, ഇത് മുഴുവൻ ആളുകളിൽ നിന്ന് മുറാദായാൽ ഫഖദ് ബത്തല കൗലു മുജിബിറത്തിൻ്റെ കൗല് ബാത്തിലാണ്. അന്നഹു അറാദമിൻ ബാലിയും ഖിലാഫതാലിക്കാന്നല്ലേ. അള്ളാഹു ഇതല്ലാത്തതും ചിലരിൽ നിന്ന് ഉദ്ദേശിച്ചു എന്ന മുജിബിറത്തിൻ്റെ വാക്ക് ബാത്തിലാകും. ജവാബു, അതിനുള്ള മറുപടി, അന്നഹു കൈഫ യുംകിനു, എങ്ങനെ സൗകര്യമാകാൻ, യുരീദ ഉദ്ദേശിക്കൽ, മിനൽ കുല്ലി മുഴുവത്തിൽ നിന്നും, ദാലിക്ക മിനൽ കുല്ലി ദാലിക്ക കുല്ലിൽ നിന്ന്, ദാലിക്ക അത് ഉദ്ദേശിക്കൽ, മാ ഇൽമിഹി അള്ളാഹ് അറിയലോടുകൂടി, അന്ന ലിദ്ദഹു മൗജൂദൻ, എൻ്റെ ലിദ്ദുണ്ടെന്ന് അള്ളാഹ്ക്ക് അറിയാലോ. വന ജമ വൈനൽ ലിദ്ദൈനി മുഹാലൻ, രണ്ട് ലിദ്ദുകൾക്കിടയിൽ, വിപരീതങ്ങൾക്കിടയിൽ ഒരുമിച്ച് കൂട്ടൽ മുഹാലാണല്ലോ, അത് അസംഭവ്യമാണ്. വന്നൽ മുഹാല വൈറു മുറാദിൻ, മുഹാലും വൈറു മുറാദ് ഉദ്ദേശിക്കപ്പെടാത്തതാണ്, മുഹാലായ കാര്യം ഉദ്ദേശിക്കപ്പെടാത്തതാണല്ലോ. ഇനി അൽ മസ്അലത്തു റാബിയ, നാലാമത്തെ മസല എന്താ? ലമ്മ കാനത്ത് നുസ്രത്തു ഖദ് തകൂനു ലാഹിറത്തൻ, സഹായം ചിലപ്പോൾ അത് പ്രത്യക്ഷത്തിലായിരിക്കും. കമായക്കോ മിനൽ മുനാഫിക്കിൽ നിന്ന് സംഭവിക്കാറുണ്ടല്ലോ. ഔ മിമ്മൻ മുറാദുൽ മനാഫി ദുനിയ, അല്ലെങ്കിൽ ചിലരിൽ നിന്നും അവൻ്റെ ഉദ്ദേശം ദുനിയവിയായ ഉപകാരമാണ്. ബയ്യനതാല, അപ്പോൾ അള്ളാഹ് വ്യക്തമാക്കി, അന്നലി അറാദഹു നുസ്രത്ത് ബിൽ ഗൈബി, അള്ളാഹ് ഉദ്ദേശിക്കുന്നത്
അദൃശ്യമായ സ്ഥിതിയിലുള്ള സഹായമാണ്. വമാന അതിൻ്റെ ഉദ്ദേശം അൻ തഖ അൻ ഇഖ്ലാസ് വിൽ ഖൽബ്, ഹൃദയത്തിൻ്റെ ഇഖ്ലാസ് കൊണ്ട് സംഭവിക്കണം സഹായം. സുമ്മ ബയ്യന, പിന്നെ അള്ളാഹു വ്യക്തമാക്കി, അനു കവിയുൻ അലൽ ഉമൂരി അസീസൻ ലാ യുമാനി, അള്ളാഹു കാര്യങ്ങളുടെ മേൽ ശക്തമാനാണ്, അവൻ അസീസാണ്, അവൻ എന്താണ് പ്രതാപശാലിയാണ്, ലാ യുമാന അവനെ തടയപ്പെടുകയില്ല. കൗലു താല, ഇനി അള്ളാഹിൻ്റെ കൗലു, വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹിം വജഅൽനാ ഫീ ദുർരിയ്യതിഹിം അൻ-നുബുവ്വത വൽ കിതാബ് എന്ന് പറഞ്ഞല്ലോ. അതിന് അത് അടുത്ത ആയത് 26-ാമത്തെ ആയത്. ഇൻഷാ അള്ളാഹ് അതിന് നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞത്, സുമ്മക്കാലത്താൽ അവിടെ ഇച്ചിരി നോക്കാം അല്ലേ. ഇപ്പോൾ കൗലൂത്ത അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹിം വജഅൽനാ ഫീ ദുർരിയ്യതിഹിം അൻ-നുബുവ്വത വൽ കിതാബ എന്ന് പറഞ്ഞ്, അതായത് നൂഹ് നബിയെ നാം അയച്ചു, ഇബ്രാഹിം നബിയെ അയച്ചു, അവരുടെ പരമ്പരയിൽ നാം നുബുവത്തും കിതാബും ആക്കി എന്ന് പറഞ്ഞു അല്ലേ. അവരിൽ മുഹ്തദിയുണ്ട്, അവരെ അധികരിച്ചവരും ഫാസിഖീങ്ങളാണെന്നും പറഞ്ഞു. വാലനീർ അന്നഹുത്താൽ അള്ളാഹു ലമ്മ ദക്കറ, അടുത്തതിൽ പറയുന്നുണ്ട്, നമുക്കിതൊന്ന് പെട്ടെന്ന് നോക്കാനാ. അള്ളാഹു താല പറഞ്ഞു, അന്നഹു അർസല റുസുല ബിൽ ബയ്യിനാത്തിൽ മൂജിസാത്തി, മൂജിസത്തും വ്യക്തമായ തെളിവുകളെ കൊണ്ടും മുർസലീങ്ങളെ അയച്ചു എന്നുള്ള പറഞ്ഞപ്പോൾ, വനു അൻസൽ മീസാന വൽ ഹദീദ, മീസാൻ കൊണ്ടും മീസാനിനെയും ഹദീദിനെ ഇറക്കി, തുലാസിനെയും ഇരുമ്പിനേക്ക് ഇറക്കി എന്നുള്ള പറഞ്ഞപ്പോൾ, വാമറൽ ഖൽക ബിഅൻ യഖൂമു ബി നുസ്രത്തിഹിം, മുർസലീങ്ങൾ വാമറൽ ഖൽക സൃഷ്ടികളോട് അള്ളാഹ് കൽപ്പിക്കുകയും ചെയ്തു, ബിഅൻ യഖൂമു ബി നുസ്രത്തിഹിം, മുർസലീങ്ങളെ സഹായിച്ചുകൊണ്ട് നിൽക്കാൻ. അങ്ങനെ പറഞ്ഞപ്പോൾ അത്ബ ദാലിക, അതിനോടുള്ള പിന്തുടർത്തി, ബി ബയാനി സായിൽ അഷിയായി, മറ്റു ചില കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട്, അല്ലത്തി എങ്ങനത്തെ കാര്യങ്ങളാ, അൻഅമ ബിഹാലിഹിം, മറ്റ് അൻഅമ ബിഹ, അതുകൊണ്ട് അള്ളാഹ് അവർക്ക് അനുഗ്രഹം ചെയ്ത മറ്റു ചില കാര്യങ്ങളെയും വിശദീകരിക്കണം. അണ്ട് ഫബയ്യൻ, അള്ളാഹ് വ്യക്തമാക്കി, അന്നഹു താല ഷറഫ നൂഹൻ, അള്ളാഹ് നൂഹ് നബി ആദരിച്ചു, ഇബ്രാഹിം അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെയും, റിസാലത്ത് കൊണ്ട് അവരെ എന്ത് ചെയ്തു, മുർസലീങ്ങളാക്കി അയച്ചുകൊണ്ട്, സുമ്മ ജഅല ഫീ ദുരിയത്തിഹിമ, പിന്നെ അവർ രണ്ടുപേരുടെയും സന്താനങ്ങളിൽ അള്ളാഹ് ആക്കി, നുബുവത്തും കിതാബുമാക്കി. അപ്പോൾ ഫമാ ജാ ബഅദഹുമാ അഹദുൻ ബിൻ നുബുവത്തി, അപ്പോൾ ഫമാ ഒരുത്തൻ വന്നു, ഫമാ ജാ ബഅദഹുമാ അഹദുൻ ബിൻ നുബുവത്തി ഇല്ലാ വകാന മിൻ ഔലാദിഹിമാ, അവർ രണ്ടുപേർക്കും ശേഷം നുബുവത്തിനെ കൊണ്ടുവന്നിട്ടില്ല, ഇല്ലാ വകാന മിൻ ഔലാദിഹിമാ, അവർ രണ്ടുപേരുടെ മക്കളിൽ നിന്നല്ലാതെ അല്ലേ, ഒരാൾ നുബുവത്തുമായിട്ട് വന്നിട്ടില്ല. ഇന്നമാ കദ്ദമ നുബുവത്ത് അൽ കിതാബ്, അള്ളാഹ് നുബുവത്തിനെ കിതാബിനേക്കാൾ മുന്തിച്ചത് അന്ന കമാലൽ ഹാലിൻ നബി ഐ അസീറ സാഹിബൽ കിതാബി വശറായി, നുബുവത്തിനെ മുന്തിച്ച് കിതാബിനേക്കാൾ, കാരണം നബിയുടെ അവസ്ഥയിൽ പൂർണ്ണത ഐ അസീറ, ആ നബി ആകലാണ്, സാഹിബൽ കിതാബി വൻ ഷെറായി, ഷെറയിൻ്റെയും കിതാബിൻ്റെയും ആളാകലാണ്. അതിനു വേണ്ടിയിട്ടാണ് നുബുവത്തിനെ മുന്തിച്ചു കിതാബിനേക്കാൾ. കാരണം നബിയുടെ പരിപൂർണത അയ്യസീറ, അദ്ദേഹം ആകലാണ്, സാഹിബൽ കിതാബി വ ഷെറയി, ഷെറവും കിതാബുള്ള ആളാകലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ അതിന് ബാക്കി അല്ലേ. മുർസലീങ്ങൾ ഇബ്രാഹിം നബിയെ നൂഹ് നബിയെയും അയച്ചു മുർസലായിട്ട്, അവരുടെ പരമ്പരയിൽ നാം നുബുവത്തും കിതാബും ആക്കി. ഫമിൻഹും മുഹ്തദിൻ, അത് പറഞ്ഞല്ലോ, അവരിലുണ്ട് മുഹ്തദുണ്ട്, അവരിൽപ്പെട്ടവരുണ്ട് സന്മാർഗം സിദ്ധിച്ചവർ, കസീറമിനും ഫാസിഖ്, അവരെ അധികരിച്ച ആളുകളും ഫാസിഖീങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പിന്നെ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.